നമസ്കാരം. തെക്കുവടക്കിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ വി കെ ചെറിയാൻ ഡൽഹിയിൽ നിന്നും, എൻ്റെ സുഹൃത്ത് അശോക് കത്ത നാട്ടിൽ നിന്നും. ഞങ്ങൾ ഇന്നത്തെ വിഷയമായ അതായത് സൊഹ്റാൻ നാംദാനിയുടെ ന്യൂയോർക്ക് മേയറൽ വിജയത്തിന് മുൻപ് നാട്ടിൽ എന്തൊക്കെയാണ് അശോക് വിഷയം? സ്വർണ്ണപ്പാളിയാണോ മെയിൻ വിഷയം ഇപ്പം? സ്വർണ്ണപ്പാളി അതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് പുതിയ ദേവസ്വം ബോർഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ള ആലോചനകൾ നടക്കുന്നു. പിന്നെ അപ്പം പഴയ ബോർഡിന് 1 വർഷം കൂടെ എക്സ്റ്റൻഷൻ കൊടുക്കുന്നില്ല എന്നാണ് ഇപ്പം നമ്മൾ കേൾക്കുന്നത്. ബോർഡിലെ സമ്പത്ത് അല്ലെങ്കിൽ ടി കെ ദേവകുമാർ ഇവരാരെങ്കിലുമൊക്കെ പുതിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിട്ട് വരുമെന്നൊക്കെ അഭ്യൂഹങ്ങളൊക്കെ ഉണ്ട്. മാധ്യമക്കാരുടെ ഓരോ ആഗ്രഹങ്ങളാണോ ആശയാണോ എന്ന് തീർത്തും അറിയില്ല. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് ഈ രാഹുൽ ഗാന്ധിയുടെ വോട്ട് ചോരി വിഷയം. പക്ഷെ അത് ഇടതുപക്ഷം അത്ര ശക്തമായിട്ട് ഏറ്റെടുത്തിട്ടില്ല. അത് ഇവിടുത്തെ ന്യൂനപക്ഷ പാർട്ടികൾ എന്ന് പറഞ്ഞാൽ ലീഗ് അല്ലെങ്കിൽ SDP പോലുള്ള പാർട്ടികൾക്കാണ് അതില് താല്പര്യം. അവരാണത് പുഷ് ചെയ്ത് മുന്നോട്ട് കൊണ്ടിരിക്കുന്നത്. എന്തായാലും SIR-ുമായിട്ട് തെരഞ്ഞെടുപ്പ് ഓഫീസർ മുന്നോട്ട് പോകുന്നുണ്ട്, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിയോഗപ്രകാരം. പിന്നീട് ഉള്ളത് അതിനെപ്പറ്റി ഒരു സർവകക്ഷി യോഗം കഴിഞ്ഞ ബുധനാഴ്ചയാണെന്ന് തോന്നുന്നു, അന്ന് നടന്നിരുന്നു. അത് നിയമപരമായിട്ട് നേരിടാം എന്ന് എല്ലാവരും കൂടെ ചേർന്ന് സമ്മതിക്കുകയൊക്കെ ചെയ്ത് ആ യോഗം പിരിഞ്ഞിട്ടുണ്ട്. അതിന് തുടർ നടപടികളൊന്നും ഇതുവരെ ആയിട്ടില്ല. ബൂത്ത് ലെവൽ ഓഫീസേഴ്സൊക്കെ ഫീൽഡിൽ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇപ്പം ഇത്രയേ ഉള്ളൂ. അതായത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഉടൻ വരാൻ പോകുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നത് ഡിസംബർ 7-നാണ് SIR-ന്റെ റിപ്പോർട്ട്, ആദ്യത്തെ നക്കൽ പ്രസിദ്ധീകരിക്കാൻ പോകുന്ന വോട്ടർ പട്ടികയുടെ. അതിനെ തുടർന്ന് അതിനുശേഷമേ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുകയുള്ളൂ എന്ന് തോന്നുന്നു. ഇതൊക്കെയുള്ളൂ ഇവിടുത്തെ വിശേഷം. വളരെ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. ഈ സ്വർണ്ണപ്പാളി കവർച്ചയാണ് ഇപ്പൊ എല്ലാവർക്കും ഇൻട്രസ്റ്റ്. മലയാളിയുടെ ഒരു പൊതുവായിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് ആണ് ഇങ്ങനെ എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള സാധനങ്ങളിൽ ആകർഷകരാകുക എന്നുള്ളത്. അപ്പം ഇതൊക്കെയാണ് ഇവിടെ ഉള്ളത്. നമുക്കപ്പം ഇവിടെ ഒരു സന്ദേഹമുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം അയ്യപ്പൻ തെരഞ്ഞെടുപ്പിൽ വന്നപ്പോൾ ഇടതുപക്ഷത്തിന് വളരെ ഭീമമായ നഷ്ടം സംഭവിച്ചു തെരഞ്ഞെടുപ്പില്, പാർലമെന്റിൽ. അതുപോലെ ഈ സ്വർണ്ണപ്പാളിയും ഇടതുപക്ഷത്തിന് ഒരു ശാപമായി മാറാതിരിക്കട്ടെ എന്ന്. അല്ല, അതിൻ്റെ അകത്ത് ഇപ്രാവശ്യം നമ്മൾ കാണുന്നത് ഇതിൻ്റെ അകത്ത് വളരെ മ്യൂട്ടായിട്ട് നിൽക്കുന്ന ഒരു വിഭാഗം എന്ന് പറയുന്നത് ഇവിടുത്തെ BJP മറ്റ് ഹിന്ദുത്വ സംഘടനകളുമാണ്. അവര് പറയുന്നൊരു കാര്യമുണ്ട്. അവര് പോയിട്ട് ഇടതുപക്ഷ പോലീസിന്റെ കയ്യിൽ നിന്നും അടിമേടിച്ചിട്ട് അതിന്റെ ഫലം കോൺഗ്രസിന് ലഭിക്കുന്നതിന് അവർക്കൊട്ടും താല്പര്യമില്ല എന്നാണ് അവരുടെ ഒരു നിലപാട്. മാത്രമല്ല, ഏതാണ്ട് BJP ഏതാണ്ട് CPM-ന് അടുത്ത ഭരണം ഒഴിഞ്ഞു കൊടുത്തിരിക്കുന്ന ഒരവസ്ഥയും കാണാനുണ്ട്. അപ്പോൾ കോൺഗ്രസ്സുകാർ സ്വന്തമായ നിലയിൽ പ്രവർത്തിച്ചേ പറ്റുകയുള്ളൂ. പല സ്ഥലങ്ങളിലും അവരുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതാണ് തിരുവനന്തപുരത്ത് ശബരിനാഥിനെ മേയറാക്കാനുള്ള നീക്കവുമായിട്ടൊക്കെ മുന്നോട്ട് പോകുന്നത്. എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടായിരിക്കും കോൺഗ്രസ് ഇങ്ങനൊരു പരിപാടി ചെയ്യുന്നത്, അല്ലേ? അതെ. അല്ല, അതിൻ്റെ അകത്ത് അതാണ് വേണ്ടത്. ശബരിനാഥിനെ പോലെയൊക്കെ ഉള്ള ആളുകൾ ഭരണത്തിലേക്ക് വരുന്നത് നല്ലതാണ്. ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു വലിയ മാഫിയയാണ് അവിടെ നടക്കുക. അതെല്ലാ പണ്ടുകാലം തൊട്ടേ ഉള്ള ചില രാഷ്ട്രീയ നേതാക്കന്മാരുടെ കൈപ്പിടിക്കകത്ത് അവര് അഴിമതി നടത്താനും മറ്റുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനത്തിൽ കവിഞ്ഞ പ്രാധാന്യമല്ല,
സ്ഥാപനമാണ് ശരിക്കും പറഞ്ഞാൽ തിരുവനന്തപുരം കോർപ്പറേഷൻ. അതിന് വൻപിച്ച അപ്പൊ അവിടെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് കക്ഷി ഉണ്ടാകുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. കഴിഞ്ഞ തവണ അവിടെ മേയർ ആകേണ്ടിയിരുന്ന വ്യക്തിയെ, ഇടതുപക്ഷത്തിന്റെ മേയർ ആകേണ്ടിയിരുന്ന വ്യക്തിയെ തോൽപ്പിച്ചു കളഞ്ഞു. NSന്റെ മകളാണ്, ലൈല എന്നാണെന്നോ തോന്നുന്നു പേര്, അതോ ജമീലയോ ഓർക്കുന്നില്ല. പുള്ളിക്കാരിയെ CPM വളരെ സ്ട്രോങ് ആയിട്ടുള്ള വാർഡിൽ തോൽപ്പിക്കുകയാണ് ചെയ്തത്. കാരണം തോൽപ്പിക്കുന്നതിന് പിന്നിലുള്ള ചേതോവികാരം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവര് ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിട്ട് വന്ന റിട്ടയർ ചെയ്ത ഒരു വ്യക്തിയാണ്. PSC മെമ്പർ ആയിരുന്നു. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ട് വരുന്ന ഒരു വ്യക്തിയെ, അഡ്മിനിസ്ട്രേറ്റീവ് കപ്പാസിറ്റി ഉള്ള ഒരു വ്യക്തിയെ അഫോർഡ് ചെയ്യാൻ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾക്കും അതിന്റെ ട്രേഡ് യൂണിയൻ പിന്തുണക്കാർക്കും താല്പര്യമില്ലാതിരുന്നു. അതുകൊണ്ട് അവർ ആദ്യം തന്നെ മുളയിലെ നുള്ളി മാഡം അങ്ങ് തോറ്റു. അപ്പം പക്ഷെ ആ കാര്യം സംഭവിക്കാതിരിക്കാനായിട്ടാണ് ഇപ്രാവശ്യം കവടിയാർ വാർഡിൽ നിന്നാണ് ശബരി മത്സരിക്കുന്നത്. കവടിയാറിന്റെ ഒരു CPM-നെ പോലെ ഓർഗനൈസ് ആയിട്ടുള്ള പാർട്ടിക്ക് പാർട്ടിയിലെ മേയറൽ കാൻഡിഡേറ്റിനെ തോപ്പിക്കാൻ പറ്റുമെങ്കിൽ കോൺഗ്രസിന്റെ കാര്യം പറയണോ? എനിക്ക് അതില് ഈ കവടിയാർ വാർഡിനുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് അവിടുത്തെ ഒരു വലിയ ഈ വലിയ ആളുകളൊക്കെ താമസിക്കുന്ന ഒരു വാർഡാണ്. അദ്ദേഹത്തിന്റെ രാജാവും പിന്നെ രാജാവ് പാർട്ടി കളിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. പിന്നെ ഇദ്ദേഹത്തെ അതായത് ഒരുപാട് IAS-കാര്, പിന്നെ ഒരു ബേസിക്കലി അത് ഒരു നായർ കത്തോലിക്ക മിക്സ് ഉള്ള, അതാണ് അവിടുത്തെ ഒരു കവടിയാറിന്റെ ഒരു ലക്ഷണം. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ശബരിനാഥ് ഒരു നല്ല ഓപ്ഷനായിട്ട് അവർക്ക് തോന്നാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ശബരിനാഥ് മാത്രം ജയിച്ചാൽ പോരല്ലോ, ബാക്കി ഏതാണ്ട് അവിടെയാണ് ഈ പ്രശ്നം കിടക്കുന്നത്. അതെ, BJP അത് പിടിക്കുമെന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു സമയത്ത് ഇല്ല, BJP അതിരിക്കട്ടെ. നമ്മുടെ ഒരു കോർ വിഷയം എനിക്ക് വളരെ അത്ഭുതം. ന്യൂയോർക്കിലെ സൊഹ്റാൻ മംദാനി എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ വംശജൻ അവിടെ മേയറായി, നല്ല കാര്യം. അത് അദ്ദേഹം ചെയ്തത് മൊത്തം ട്രംപിനെതിരെയുള്ള അമേരിക്കക്കാരുടെ ഒരു അമർഷം, അമേരിക്കയെ ഒരു ലോകം മുഴുവനുള്ള തമാശകളുടെ തമാശയുടെ വിഷയമാക്കി മാറ്റിയ ഒരു പ്രസിഡന്റാണ് ട്രംപ്. അദ്ദേഹത്തിനെതിരെയുള്ള ഒരു വികാരമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഇവിടെ ഇന്ത്യയിൽ നോക്കുമ്പോൾ രണ്ട് കൂട്ടര്, ഒന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ മുസ്ലിം പേരുള്ളവരൊക്കെ ഏകദേശം ഞാനത് ചോദിക്കാനിരിക്കുകയായിരുന്നു. കേരളത്തിലെ മാധ്യമങ്ങള്, പുരോഗമനക്കാര്, ബുദ്ധിജീവികളൊക്കെ ആഘോഷിക്കുന്നത് ഇദ്ദേഹം ഒരു മുസ്ലിം സ്വത്ത് ഉയർത്തിപ്പിടിച്ചതിനെയാണ് ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതെനിക്ക് പക്ഷേ ഇദ്ദേഹം കമ്മ്യൂണിസ്റ്റ് ആണെന്ന് പറയുന്നുണ്ട്. കമ്മ്യൂണിസ്റ്റ് അല്ല, സോഷ്യൽ ഡെമോക്രാറ്റ് ആണെന്നാണ് അദ്ദേഹത്തിന്റെ ബയോ തന്നെ. അവിടെയാണ് നമ്മള് ഇത് ചൂണ്ടിക്കാണാൻ വിചാരിച്ചു. ഇത് അദ്ദേഹം തന്നെ പറയുന്നത് ഞാനൊരു സോഷ്യലിസ്റ്റ് ആണ്. പക്ഷെ ഇവിടെ അർബൻ നക്സൽ എന്ന് BJP മോഡിജി ഒക്കെ പറയുന്ന പോലെ അവിടെ ട്രംപ് അദ്ദേഹത്തെ കമ്മ്യൂണിസ്റ്റ് വിളിക്കുന്നു. അമേരിക്കൻ കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു തെറി പോലെയാണ്, അവര് പൊളിറ്റിക്കൽ തെറി പോലെയാണ്, വിളിക്കുന്ന പോലെയാണ് അവിടെ കമ്മ്യൂണിസ്റ്റ് വിളിക്കുന്നത്. അത് അദ്ദേഹത്തിന് അറിയാം, മംദാനിക്ക്. മാത്രമല്ല അദ്ദേഹത്തിന്റെ അമ്മ ഒരു ഹിന്ദുവാണ്, ഡൽഹിക്കാരി ഹിന്ദുവാണ്. മീര നായർ ശശി തരൂറിന്റെ കൂടെ ആക്റ്റീവ് സെൻസിമെന്റ്സിലൊക്കെ പഠിച്ച് ഇവിടെ നിന്ന് പോയ കക്ഷിയാണ്. അപ്പൊ ഇപ്പൊ ഇങ്ങനെയുള്ള ഒരു എനിക്ക് തോന്നുന്നത് ഇത് അമേരിക്കയിലെ ഡെമോക്രാറ്റിക് പാർട്ടിയുടെയും ഡെമോക്രസിയുടെയും മുന്നേറ്റമായിട്ടാണ് ലോകം മുഴുവൻ. ഇന്ന് ഇന്ത്യൻ എക്സ്പ്രസിൽ ഒരു അനാലിസിസ് ഉണ്ട് ഭാനു പ്രതാപ് സിംഗിന്റെ. അദ്ദേഹത്തിന് 34-ാമത്തെ വയസ്സിലാണ് നെഹ്റുവും അലഹബാദിലെ പ്രിൻസിപ്പൽ ചെയർമാൻ ആയത്. അപ്പം നെഹ്റുവിനെ കോട്ട് ചെയ്തു അദ്ദേഹം.
അതായത് നെഹ്റുവിന്റെ സോഷ്യലിസ്റ്റ് ആശയങ്ങൾ പോലെ അദ്ദേഹവും അവിടെ സോഷ്യലിസ്റ്റ്, അമേരിക്കയിലോ അല്ലെങ്കിൽ ഇന്ന് ലോകമെമ്പാടും ഇടതുപക്ഷക്കാർക്ക് ചെയ്യാവുന്ന സംഗതികളൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ ഇതിനെ നമ്മളുടേതായ വളരെ വളരെ സങ്കുചിതമായ മനസ്സ് വെച്ച് ഇതിനെ അളക്കുമ്പോഴുള്ള പ്രശ്നം ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അശോകൻ എന്ത് തോന്നുന്നു? അതായത് മുസ്ലിം അത് വളരെ വാസ്തവമായിട്ടുള്ള കാര്യമാണ്. കാരണം നമുക്ക് ഒരു അന്താരാഷ്ട്ര വ്യക്തിയെ നമ്മൾ അളക്കുന്നതിൽ നമ്മുടെ മാധ്യമ പ്രവർത്തകരും ബുദ്ധിജീവികളും പുരോഗമനവാദികളും ഒക്കെ അളക്കുന്നതിൻ്റെ അകത്ത് ഒരുപാട് അപാകം സംഭവിച്ചിട്ടുണ്ട്. അതായത് ഈ മംദാനി അദ്ദേഹം ഒരു മുസ്ലിം ആണെന്ന് അദ്ദേഹം എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തന്റെ സ്വത്വത്തിന്റെ ഭാഗമായിട്ട് ആണ് പുള്ളി പറയുന്നത്. പിന്നെ ഇവിടെ ഏറ്റവും വലിയ രസകരമായ സംഭവം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ മുസ്ലിം ലീഗുകാർ പോലും, ആ പാർട്ടിയുടെ പേരിൽ തന്നെ മുസ്ലിം ഉണ്ട്, അവര് പോലും തങ്ങൾ മുസ്ലിം ആണെന്നുള്ള സ്വത്ത് ഉയർത്തിപ്പിടിക്കാൻ ധൈര്യം കാണിക്കാത്തവരാണ്. അത് ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ? കാരണം പക്ഷെ അവിടെ അവര് പോലും അത് ചെയ്യാറില്ല. ഇവിടുത്തെ ഒരു പാർട്ടിക്കാരും താൻ ഇന്ന മതക്കാരനാണ്, ഇന്ന ജാതിക്കാരനാണ് എന്ന് ഉയർത്തി പിടിക്കാറില്ല. ആ സമയത്താണ് ഇവിടുത്തെ ഈ ഹൈ ക്ലാസ് എന്ന് പറയപ്പെടുന്ന മാധ്യമപ്രവർത്തകരും പുരോഗമനവാദികളും കൂടെ ഇദ്ദേഹം ഒരു മുസ്ലിമാണ് അങ്ങനെ അടച്ചുപെടും. എനിക്ക് തോന്നുന്നത് സോഷ്യൽ മീഡിയക്കാർ മാത്രമേ ഇത് ചെയ്യുന്നുള്ളൂ. അല്ല ഇവിടുത്തെ പത്രങ്ങൾ പത്രപ്രവർത്തകരുണ്ടെങ്കിൽ അവര് ഇതിന്റെ പ്രശ്നം ഇതാണ്. അതായത് പത്രപ്രവർത്തകർ തങ്ങളുടെ നിലവാരം സോഷ്യൽ മീഡിയയുടെ നിലവാരത്തിലേക്ക് താത്തിക്കെട്ടിക്കോ. അതെ അത്രേ ഉള്ളൂ. അത് ജനത്തിനറിയാം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ സോഷ്യൽ മീഡിയയിൽ വരുന്ന റെസ്പോൺസിനനുസരിച്ചിട്ടാണ് ഇവിടുത്തെ പത്രങ്ങളെല്ലാം രാവിലെ പത്രങ്ങൾ അച്ചടിക്കുന്നത്. ഇതില് TV ചാനലുകളിലാണെങ്കിൽ 1 മണിക്കൂർ മുമ്പ് സോഷ്യൽ മീഡിയയിൽ എന്ത് റിഫ്ലക്ഷൻ ആണ് ഉണ്ടായിരിക്കുന്നത് അതിനനുസരിച്ച് പോകുന്ന ഒരു സ്വഭാവമാണ്. ഇപ്പം സോഷ്യൽ മീഡിയയുടെ ട്രെൻഡിങ് ന്യൂസിനനുസരിച്ച് താളം ചവിട്ടുന്നവരായിട്ട് മാറിക്കഴിഞ്ഞു എന്നാണ് പറയുന്നത്. മാറിക്കഴിഞ്ഞു. ഇതില് വേറൊരു വിഷയമുള്ള എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോഴ് ഈ നമ്മളുടെ റെഗുലർ മാധ്യമങ്ങള്, പത്രങ്ങള്, ചാനലുകളെ ഒന്നും അല്ല ആളുകൾ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ആളുകൾ സോഷ്യൽ മീഡിയയിൽ നോക്കും. പിന്നീട് നാഷണൽ മീഡിയ ചെക്ക് ചെയ്യും. കാരണം ആളുകള് ഒരുപാട് പേരെന്ന് പറയുമ്പോൾ കേരളത്തിൽ, മലയാളത്തിൽ 50% ഒരു പണിയും ഇല്ലാതെ ചുമ്മാ ഇരിക്കുന്നതുകൊണ്ടാണ് ഈ സോഷ്യൽ മീഡിയയിൽ കൂടെ കടന്നു പോകുന്നത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി ഒരു കാര്യം പറഞ്ഞല്ലോ, അതായത് റീൽസ് ഉണ്ടാക്കുന്നത് കൊണ്ട് ജനമെല്ലാം അതിന്റെ പുറകെ പോവുകയാണ് എന്ന മറ്റുള്ളൊരു പ്രസ്ഥാനം വന്നായിരുന്നു. അപ്പം ആ സംഭവമാണ് ഇവിടെ നടക്കുന്നത്. അതായത് ഒരുപാട് സമയം ഫ്രീ ടൈം ഉണ്ട്. ആ ഫ്രീ ടൈമിൽ കൂടെ ഇങ്ങനെ സർഫ് ചെയ്ത് പോകുമ്പം ജനത്തിന് ഇതിന്റെ ഒരു രസം മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഈ സാധനം അടച്ചിട്ടിട്ട് പോകും. പണി ഉണ്ടെങ്കിൽ. പണി ഇല്ലെങ്കിൽ അവര് ഇതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അതിനിടയ്ക്ക് സ്വന്തം മനസ്സിൽ തോന്നുന്ന കുറെ കാര്യങ്ങളൊക്കെ കുത്തിക്കുറിക്കുകയോ അല്ലെങ്കിൽ കുത്തിത്തിരിപ്പുണ്ടാക്കുകയോ ഒക്കെ ചെയ്തുകൊണ്ട് അവര് പോകും. ആ വഴിക്ക് ആണ് പോകുന്നത്. അല്ലാതെ ക്രിയേറ്റീവായിട്ട് ഒരു സംഭവം സോഷ്യൽ മീഡിയയിൽ അങ്ങനെ വരാറില്ല. അതാണ് അതിന്റെ ഒരു വിഷയം. ഇപ്പം സിനിമ അവാർഡ് സംബന്ധിച്ചിട്ടുള്ള വിഷയം പോലും നേരാമണ്ണം അഡ്രസ് ചെയ്തിട്ടില്ല. നേരാമണ്ണല്ല ഇപ്പൊ അതിന്റെ സന്തോഷിക്കാൻ ആവശ്യമില്ലാത്ത ഒരു വള്ളിയാണ് കയറി പിടിച്ചത്. കാരണം ഇത് അതിന്റെ ചെയർമാനാണ് അത് പറയേണ്ടിയിരുന്നത്. അപ്പം ഇവിടുത്തെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് ഇതുപോലെ ഇദ്ദേഹം മുസ്ലിം ആണെന്ന് പറഞ്ഞത് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. 2 ദിവസം കഴിയുമ്പോൾ അത് മാറും. അങ്ങനെ ഇപ്പൊ ഇപ്പം രാവിലെ അങ്ങനെ പറയുന്നതുകൊണ്ട് തന്നെ അപ്പുറത്ത്, അതായത് നമ്മൾ സംഘികളെന്ന് വിളിക്കുന്ന ആൾക്കാർ അവരെ ഒരു തരം ബലപ്പെടുത്തുകയാണ്. കണ്ടില്ലേ? അതെ അവർക്ക് മൈലേജ് കൊടുക്കാന്ന് പറഞ്ഞ അപ്പോൾ എന്തായിരിക്കും ഇവരെ ജയിച്ചാൽ എന്നുള്ള ഒരു സംഗതി ഉണ്ടല്ലോ. അതെ, അവരത് പറയും. അവരിപ്പോ നാളെ ചൂണ്ടിക്കാണിക്കുന്നത് ഇവിടുത്തെ പത്രങ്ങള്, ഇവിടുത്തെ മാധ്യമങ്ങളൊക്കെ, ചാനലുകളൊക്കെ പറയുന്ന എന്താണ്, മംദാനി അദ്ദേഹം മുസ്ലിം സ്വത്ത് ഉയർത്തിപ്പിടിച്ചു എങ്കിൽ നമുക്ക് എന്തുകൊണ്ടായിക്കൂടാ? ഇപ്പൊ സുരേഷ് ഗോപി ഞാൻ ഹിന്ദുവാണ്, നായരാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം എന്നുള്ളൊരു ചോദ്യം സ്വാഭാവികമായിട്ട് വരും.
ഇവിടെ ഈ കേരളത്തിലെ സോഷ്യൽ മീഡിയയില് സ്വന്തം പേരിൽ വാലില്ലാത്ത മോഹൻലാലിനെ നായരാണെന്ന് പറഞ്ഞ് വേട്ടയാടുന്ന ഒരു സവിശേഷ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതുപോലെ തന്നെ തെറ്റിദ്ധരിക്കപ്പെട്ട, അതായത് എന്താണ്, ജാതി കൃത്യമായിട്ട് തിരിച്ചറിയാൻ പറ്റാതെ അബദ്ധത്തിൽ ചെന്നുപെട്ട കുറേയധികം സന്ദർഭങ്ങളുണ്ട്. നമുക്കിപ്പം അത് പറഞ്ഞ ആ വ്യക്തിയെ പറ്റി സംസാരിക്കേണ്ട, അവർക്ക് ചെയ്യാൻ എന്താണ്, അവരെ സംബന്ധിച്ച് നമുക്കതിനെ പറ്റി സംസാരിക്കണ്ട. കാരണം പക്ഷേ അങ്ങനെ ഒരു അബദ്ധത്തില് ഇവിടെ ഒരു വലിയ ഇഷ്യൂവിന്റെ അകത്ത് അവര് എന്താണ്, സിനിമയായിട്ട് ബന്ധപ്പെട്ട ഒരു ഇഷ്യൂവിന്റെ അകത്താണ് ഏതാണ്ട് 2 ആഴ്ചയോളം അദ്ദേഹത്തിന്റെ ജാതി വേറൊന്നായിരിക്കും എന്ന സങ്കല്പത്തില് മുന്നോട്ട് കൊണ്ടുപോയി അബദ്ധത്തിൽ ചാടി. അത് കഴിഞ്ഞപ്പോഴേക്കും ആ വാർത്ത ഒലിച്ചുപോയി. അപ്പൊ ഇവിടുത്തെ ഒരു മാധ്യമപ്രവർത്തന രംഗത്ത് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ ഉള്ള ഒരു തമാശ, അതിപ്പം എന്താ പറയുന്ന, ഇപ്പം ഇങ്ങനെ വന്ന മഞ്ഞ് പോലാണ്, മഞ്ഞുകാലം പോലാണ്. മഞ്ഞ് വരും, സൂര്യൻ ഉദിക്കുമ്പോൾ അത് ഉരുകും, പിന്നെ വൈകുന്നേരം വീണ്ടും മഞ്ഞ് വരും എന്നുള്ള വിഷയമേ ഉള്ളൂ. നമുക്ക് ഈ മംദാനിയെ പറ്റി പറയുമ്പോൾ അവിടെ ന്യൂയോർക്കിലൊരു വലിയ കാതലായ പ്രശ്നമുണ്ട്. കാരണം ഈ ഒരു ത്രികോണ മത്സരത്തിലാണ് അദ്ദേഹം അവിടെ വിജയിച്ചായിട്ട് നമ്മൾ കാണുന്നത്. ഒരാള് ശരിക്കും ഒരു ജൂതനാണ്, അതായത് ഡൊണാൾഡ് ട്രംപിന്റെ മാനസപുത്രൻ എന്ന് പറയുന്ന വ്യക്തി, പുള്ളി ജൂതനാണ്. അതേസമയം തന്നെ അവിടെ എന്താണ്, ഈ പറയുന്ന ട്രംപിന്റെ പാർട്ടിക്കും ഒരു സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ത്രികോണ മത്സരത്തിൽ ആണ് മംദാനി അവിടെ പാസ്സായി വരുന്നത്, അപ്പം മേയറാകുന്നത്. പക്ഷെ അവിടുത്തെ ന്യൂയോർക്കിന്റെ ഒരു വലിയ പ്രശ്നം എന്ന് പറയുന്നത് ലോകത്തിലെ അതിസമ്പന്നന്മാർ താമസിക്കുന്ന ഒരു നഗരമാണ്. ഒപ്പം കുടിയേറ്റക്കാരുടെ പ്രശ്നമുണ്ട്, വീടില്ല, തൊഴിലില്ല, ഭക്ഷണത്തിന് പ്രശ്നമൊക്കെ ഉണ്ട്. അപ്പൊ ഇതൊക്കെ എങ്ങനെ പരിഹരിക്കും എന്നുള്ള ഒരു വലിയ വിഷയമാണ് അദ്ദേഹത്തിന്റെ മതത്തിനും ജാതിക്കും അപ്പുറം അദ്ദേഹത്തിനെ എന്താണ് ആവേശിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അത് പറഞ്ഞല്ലേ അദ്ദേഹം വോട്ട് പിടിച്ചത്. ഇത് ഞാൻ ടാക്സിക്കാരുടെ ലോണ് കുറച്ചു, അപ്പൊ അങ്ങനെ പിന്നെ എല്ലാരും പോയി, നിങ്ങളെല്ലാരും പോയി വോട്ട് ചെയ്യണം, അതൊക്കെ ഹിന്ദിയിൽ പോലും പറഞ്ഞു. അങ്ങനെ വോട്ട് പിടിച്ചേക്കുന്നത് അദ്ദേഹം. അപ്പൊ ഞാൻ പറയുന്നത് ഇതാണ്, ഒന്ന് രണ്ട് കാര്യങ്ങൾ അദ്ദേഹം നോക്കണം. അദ്ദേഹത്തിന്റെ മതം അല്ല, വോട്ട് പിടിച്ചു എന്നുള്ളതല്ല, മുന്നോട്ടുള്ള ഇദ്ദേഹത്തിന് എത്രമാത്രം ഇതിൻ്റെ അകത്ത് ഉറച്ചു നിൽക്കാൻ പറ്റും. ഇപ്പം സൗജന്യ ബസ് യാത്ര പുള്ളി ഓഫർ ചെയ്തിട്ടുണ്ട്. അതവർ ചെയ്തില്ല. ഞാൻ പറഞ്ഞ ഇതിന്റെ സിഗ്നിഫിക്കൻസ് ആണ്. ഒന്ന്, ഈ മുസ്ലിം പേര് പറഞ്ഞിട്ട് മുസ്ലിമാണെന്ന് പറയുന്നവരെ മറക്കുന്ന ഒരു സംഗതി. മീര നായർ, അവരുടെ പേര് മീര ഫാത്തിമ എന്നൊന്നും ആക്കിയിട്ടില്ല ഇതുവരെ, തന്നെയാണ് കഴിയുന്നത്. പിന്നെ മാത്രമല്ല, അദ്ദേഹത്തിനെ ട്രംപ് കമ്മ്യൂണിസ്റ്റ് എന്ന് വിളിക്കുന്ന ഒരു സോഷ്യലിസ്റ്റ് ആണ്, സ്വയം പ്രഖ്യാപിത സോഷ്യലിസ്റ്റ് ആണ്. പിന്നൊന്ന്, ഇന്ത്യയിലെ ഇപ്പൊ ഒന്ന് ശ്രദ്ധിക്കാത്ത, ഇപ്പൊ അരുന്ധതി റോയിയെ പോലെ അദ്ദേഹവും ഒരു മിക്സ് മാരേജിന്റെ, അതായത് ഹിന്ദു ഒരു സ്ത്രീ മുസ്ലിമിനെ കല്യാണം കഴിച്ച അതിന്റെ ഒരു സന്തതിയാണ് അദ്ദേഹം. അരുന്ധതി റോയിയുടെ ബുക്ക് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒന്നുണ്ട്. ഒരു മിക്കി റോയി എന്ന ഒരു ഹിന്ദു ബംഗാളി സുറിയൻ ക്രിസ്ത്യനായ മേരി റോയെ കല്യാണം കഴിച്ച അതിൽ നിന്നും ഉണ്ടായ ഒരു സന്തതിയാണ്. അവര് കാണുന്ന ലോകം മറ്റുള്ളവർ കാണുന്ന അതുപോലെ ആയിരിക്കണം എന്ന് തോന്നില്ല എനിക്ക്. അരുന്ധതി ബുക്കൂടെ ഞാൻ വായിച്ചുകൊണ്ടിരിക്കുകയാണ്, തീർത്തില്ല. അപ്പോൾ എനിക്ക് തോന്നുന്ന ഇതാണ്, അതായത് പുതിയൊരു ലോകം ഇവരൊക്കെ കണ്ടെത്തുകയാണ്. അതായത് മതത്തിനും എത്നിസിറ്റിക്കും മുകളിലായിട്ടുള്ള ഒരു ലോകം പലരും, മംദാനി ആണെങ്കിലും അരുന്ധതി റോയ് ആണെങ്കിലും എന്നെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഒരു മുന്നേറ്റമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതിനകത്ത് മുസ്ലിമോ ഹിന്ദു ക്രിസ്ത്യനോ ഒന്നുമല്ല, ഇത് പുതിയ. പക്ഷെ അത് നമ്മൾ സമ്മതിക്കില്ല. മലയാളി അത് സമ്മതിക്കുന്ന പ്രശ്നമില്ല, അദ്ദേഹം മുസ്ലിമായിട്ടിരുന്നാൽ മതി. അതുകൊണ്ട് തന്നെയാണ് മലയാളി നമ്മള് നമ്പർ 1 ആണെന്ന് പറഞ്ഞുകൊണ്ട് മീനി പറഞ്ഞ് നടക്കുവാന്നല്ലാതെ വേറെ ഒന്നും സംഭവിക്കാത്ത കാരണം അത് തന്നെയാണ്. നിങ്ങൾ റിയാലിറ്റി എന്താണ്,
ലോകത്ത് നടക്കുന്നത്, ഇന്ത്യ നടക്കുന്നതാണ് അക്സെപ്റ്റ് ചെയ്യാതെ പോവാണെങ്കിൽ നിങ്ങളെ ആൾക്കാർ പുച്ഛിച്ച് തള്ളും, അവഗണിക്കും. അതൊരു വാസ്തവം മാത്രമാണ്. എനിക്ക് തോന്നുന്നത് അങ്ങനെ ആകാതിരിക്കട്ടെ എന്നുള്ള ആശംസയോടെ ഞാൻ രണ്ടുപേരും നിർത്തുന്നു. നന്ദി.